So, ഇന്ന് നമ്മൾ +2 മാത്സ് ചാപ്റ്റർ 2 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിലെ ഫോക്കസ് ഏരിയ സെക്ഷൻ ആയിട്ടുള്ള 2.3 സെക്ഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പം ആ ഒരു പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രൂഫ്, അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, അതാണ് ഈ ഒരു പാഠത്തിൽ മെയിനായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം, എങ്ങനെ പഠിക്കാം എന്നുള്ളതൊക്കെ. സോ വെൽക്കം ബാക്ക് ടു മാത്സ് at 360 degree with Sonia. പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാന്ന്. അപ്പം ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്: സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്, അങ്ങനെ 6 ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. ഈ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ആണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സൈൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എന്താണ്? സൈൻ ഇൻവേഴ്സ്. കോസ് ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ്. ടാൻ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ്, അങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി +1 സൈൻ, കോസ്, ടാൻ മാപ്പിംഗ് എല്ലാം പഠിച്ചിട്ടുള്ളതാണ്. എവിടം തൊട്ട് ഡൊമൈൻ, റേഞ്ച് കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അത് പഠിച്ച് ഓർമ്മയുണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ മാപ്പിംഗ് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. മീൻസ് നമ്മൾ പറഞ്ഞു സൈൻ കോസ്, മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ കോസിൻ്റെ എല്ലാം റേഞ്ച് -1, ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1, റേഞ്ച് -1നും 1നും ഇടയ്ക്കാണ് സൈൻ ഫംഗ്ഷൻ്റെയും കോസ് ഫംഗ്ഷൻ്റെയും വാല്യൂസ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് സൈൻ ഇൻവേഴ്സ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 to closed interval -π/2 π/2. സൈൻ ഫംഗ്ഷൻ്റെ മാപ്പിംഗ് ആണ് -1 to 1 to -π/2 to π/2. സൈൻ ഫംഗ്ഷൻ്റെ അല്ല, സൈൻ ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ. അടുത്തത് കോസ് ഇൻവേഴ്സ് ആണ്. കോസ് ഇൻവേഴ്സിൻ എങ്ങനെ വരും? കോസ് ഫംഗ്ഷൻ്റെ മാപ്പിംഗ് എങ്ങനെയായിരുന്നു? ക്ലോസ്ഡ് ഇൻ്റർവൽ 0π to ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ആയിരുന്നു. അപ്പോൾ നേരെ തിരിയും കോസ് ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻ. കോസ് ഇൻവേഴ്സിൻ്റെ എങ്ങനെ വരും? ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 to ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. സോ ഇതാണ് കോസ് ഇൻവേഴ്സ്. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും നമുക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിൻ്റെ റെസിപ്രോക്കൽ ഫംഗ്ഷൻസിൻ്റെ നോക്കാം, അല്ലേ? കൊസീക്ക് ഇൻവേഴ്സും സീക്ക് ഇൻവേഴ്സും. കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ വരും? കൊസീക്ക് ഇൻവേഴ്സിൻ്റെ മാപ്പിംഗ് എന്ന് പറയുന്നത് R- ഓപ്പൺ ഇൻ്റർവൽ -1 1, റിയൽ നമ്പേഴ്സിൽ നിന്ന് ഓപ്പൺ ഇൻ്റർവൽ -1 1. കാരണം ഈ ഒരു ഓപ്പൺ ഇൻ്റർവൽ -1 1 കൊസീക്ക് ഇൻവേഴ്സ് ഡിഫൈൻഡ് അല്ല. സോ നമ്മൾ R- ഓപ്പൺ ഇൻ്റർവൽ -1 1 എടുക്കണം. ടു എന്ത് ചെയ്യും? R- ഓപ്പൺ ഇൻ്റർവൽ -1 1 to ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സെറ്റ് 0. മീൻസ് നമ്മളിപ്പോൾ കൊസീക്കിൻ്റെ ഫംഗ്ഷൻ പറയുമ്പോൾ കൊസീക്ക് എന്ന് പറയുന്നത് കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് 1/sin x ആണ്. അപ്പം ഇതൊരു റാഷണൽ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. റാഷണൽ ഫംഗ്ഷൻ എപ്പോഴാണ് ഡിഫൈൻഡ് അല്ലാത്തത്? ഡിനോമിനേറ്റർ 0 ആവുമ്പോൾ. അപ്പോൾ സൈൻ എക്സ് 0 ആവുന്നത് എവിടെയാണ്? സൈൻ എക്സ് 0 ആവുന്നത് x=0 വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു റേഞ്ച് കിട്ടുന്നതിൻ്റെ അകത്ത് സെറ്റ് 0 അത് കുറയ്ക്കണം, അല്ലേ? സൈൻ 0 മീൻസ് റേഞ്ച് അല്ല, ഡൊമൈനിലെ 0 എലമെന്റ് ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സിലും സൈൻ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, അല്ലേ? അപ്പോൾ നമുക്കിവിടെ സൈൻ ഫംഗ്ഷൻ അല്ല, കൊസീക്ക് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു നേരെ തിരിക്കുമ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എന്ന് പറയുന്നത് R- ഓപ്പൺ ഇൻ്റർവൽ -1 1 to ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സെറ്റ് 0. സീക്ക് ഇൻവേഴ്സ് ആണ്. സീക്ക് ഇൻവേഴ്സ് ഈസ് ഫ്രം R- ഓപ്പൺ ഇൻ്റർവൽ -1 1 to ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സെറ്റ് π/2. മീൻസ് ഇത് നമുക്ക് സിമ്പിളായിട്ട് കോസ് മീൻസ് സീക്കിൻ്റെ ഗ്രാഫ് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും. മീൻസ് സീക്കിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് +1. അപ്പോൾ സീക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു 1/cos x ആണ്. cos x ഈസ് ഈക്വൽ ടു 0 വരുന്നത് എവിടെയാണ്? π/2. അപ്പോൾ ഡൊമൈനിൽ π/2 എന്നുള്ള പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും സീക്ക് ഫംഗ്ഷൻ മീൻസ് കോസ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്, അല്ലേ?
അപ്പോൾ മീൻസ് 1 cos ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് എന്തെടുക്കാം, മീൻസ് സീക്ക് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ നേരെ തിരിയും, ഡൊമൈൻ റേഞ്ചും ആവും, റേഞ്ച് ഡൊമൈനും ആവും അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, സീക്ക് ഇൻവേഴ്സ് ഈസ് ഫ്രം r മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -1 1 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 π മൈനസ് സെറ്റ് π/2. ഇനി നെക്സ്റ്റ് അപ്പോൾ 4 എണ്ണമായി. ഇനി നെക്സ്റ്റ് ഏതാണ്, ടാൻ ഇൻവേഴ്സ് ആണ് അല്ലേ. ടാൻ ഇൻവേഴ്സിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -π/2 തൊട്ടിട്ട് 6 വരെയായിരുന്നു ടാൻ ഫംഗ്ഷൻ ഉള്ളത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് നേരെ തിരിയും. ടാൻ ഇൻവേഴ്സ് എങ്ങനെയാണ്, r ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 വരും. ഇനി നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് ആണ്. കോട്ട് ഇൻവേഴ്സ് ഈസ് ഫ്രം r ടു ഓപ്പൺ ഇൻ്റർവൽ 0 π. ഇങ്ങനെയാണ് ഈ ഒരു 6 ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ മാപ്പിംഗ് പോകുന്നത്. അപ്പോൾ ഈ ഒരു മാപ്പിംഗ് മാത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. മീൻസ് സൈൻ ഇൻവേഴ്സ് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 1 ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 ഇങ്ങനെ 6 എണ്ണം നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫോക്കസ് ഏരിയ സെക്ഷൻ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് പഠിക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കാര്യമുണ്ട്, പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അത് ഫോക്കസ് ഏരിയയിൽ ഇല്ല, എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഞാൻ ക്ലാസ് എടുത്ത് തരാം പ്രിൻസിപ്പൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടീസ് എങ്ങനെയാണെന്ന് ഈ പാഠത്തിലെ ഫോക്കസ് ഏരിയ സെക്ഷൻ 2.3 പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആകെ മെയിനായിട്ട് 6 പ്രോപ്പർട്ടീസാണുള്ളത്. ആ 6 പ്രോപ്പർട്ടീസും 3 എണ്ണമായിട്ട് കൊടുത്തേക്കുന്നത്. മീൻസ് ഓരോ പ്രോപ്പർട്ടിയും 3 എണ്ണത്തിൻ്റെ സെറ്റായിട്ടാണ്. അപ്പോൾ ടോട്ടൽ 6 3 18 പ്രോപ്പർട്ടീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം മീൻസ് ഒരു സെറ്റിൽ വരുന്ന മെയിൻ പ്രോപ്പർട്ടി ഒരെണ്ണത്തിൽ വരുന്ന 3 പ്രോപ്പർട്ടീസും സിമിലർ ആണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ്. മീൻസ് നമുക്കറിയാം സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്, കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട് അല്ലേ. അപ്പം അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇത് നോക്കുന്നത്. സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x കൊസീക്ക് ഇൻവേഴ്സ് x, കോസ് ഇൻവേഴ്സ് ഓഫ് 1/x സീക്ക് ഇൻവേഴ്സ് x, ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് x. ഇതാണ് നിങ്ങളുടെ പ്രോപ്പർട്ടീസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടിയിൽ വരുന്ന 3 സബ് പ്രോപ്പർട്ടീസ് നമുക്ക് ഇവിടെ പറയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൂഫുണ്ട്. പ്രൂഫ് നിങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ തന്നിട്ടുള്ളൂ, ബാക്കി 2 എണ്ണം നമുക്ക് ആദ്യത്തെ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഇതിൻ്റെ പ്രൂഫ് വരുന്നതെന്ന്. അപ്പോൾ ഒന്നാമത്തേത് എന്താ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഇസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x. അപ്പോൾ നമ്മളിവിടെ എന്തെടുക്കുക, ആദ്യം y ഈസ് ഈക്വൽ ടു ലെറ്റ് y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x എന്ന് എടുത്തു. ലെറ്റ് y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x. ഇനി നമുക്കിതൊന്ന് റീഅറേഞ്ച്മെൻറ്റ് നടത്താം. മീൻസ് y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x ആണെങ്കിൽ ഈ കൊസീക്ക് ഇൻവേഴ്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ കൊസീക്ക് y ആയി അല്ലേ. അപ്പോൾ കൊസീക്ക് y ഈസ് ഈക്വൽ ടു x എന്ന് വരും. ഓക്കെ ആണല്ലോ. കൊസീക്ക് y ഈസ് ഈക്വൽ ടു x. ദാറ്റ് മീൻസ് x ഈസ് ഈക്വൽ ടു കൊസീക്ക് y. therefore 1/x രണ്ട് സൈഡ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണ്. 1/x ഈസ് ഈക്വൽ ടു 1 കൊസീക്ക് y. ദാറ്റ് മീൻസ് 1/x 1 കൊസീക്ക് എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ ആണ് അല്ലേ. അപ്പോൾ 1 കൊസീക്ക് y സൈൻ y. 1/x ഈസ് ഈക്വൽ ടു സൈൻ y. ഇനി ഈ സൈനിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈസ് ഈക്വൽ ടു y ഇംപ്ലൈസ് എന്തായി, y ഈസ് ഈക്വൽ ടു നമ്മൾ എന്തായിരുന്നു എടുത്തത്, കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x. നമ്മുടെ റിസൾട്ടായി. നമുക്ക് എന്ത് കിട്ടി, therefore സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് x. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് അടുത്ത 2 എണ്ണം ചെയ്യാം. മീൻസ് ആദ്യം നമ്മൾ എന്തെടുക്കുക, ലെറ്റ് y ഈസ് ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, സീക്ക് y, x ഈസ് ഈക്വൽ ടു സീക്ക് y എന്ന് കിട്ടും അല്ലേ. x ഈസ് ഈക്വൽ ടു സീക്ക് y. ഇനി റെസിപ്രോക്കൽ എടുക്കുന്നു. 1/x ഈസ് ഈക്വൽ ടു 1/സീക്ക് y. 1/സീക്ക് y എന്താണ്, കോസ് y ആണ്. സോ 1/x ഈസ് ഈക്വൽ ടു കോസ് y. കോസിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. കോസീക്ക് ഇൻവേഴ്സ് ഓഫ് cos inverse of അല്ലേ, cos inverse of 1/x is equal to y. y എന്തായിരുന്നു നമ്മൾ എടുത്തിരുന്നത്, sec inverse of y is equal to sec inverse of x. therefore cos inverse of 1/x is equal to sec inverse of x. ഓക്കെ അല്ലേ. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ പ്രൂഫ് ഇതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് x എന്ന് എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, x ഈസ് ഈക്വൽ ടു കോട്ട് y. ഇനി റെസിപ്രോക്കൽ എടുക്കുന്നു. 1/x ഈസ് ഈക്വൽ ടു 1/കോട്ട് y. 1/കോട്ട് y എന്താണ്, ടാൻ y. 1/tan മീൻസ് 1/x ഈസ് ഈക്വൽ ടു ടാൻ y നീട്ടി ടാനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ഈസ് ഈക്വൽ ടു y. y എന്തായിരുന്നു, കോട്ട് ഇൻവേഴ്സ് ഓഫ് x.
Therefore, tan inverse of 1 by x is equal to cot inverse of x. സോ സിമ്പിളായിട്ട് മീൻസ് ഒന്നാമത്തെ പ്രൂഫ് എങ്ങനെയാണെന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെച്ചാൽ മതി, ബാക്കി പ്രോപ്പർട്ടി എങ്ങനെയാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ഒന്നാമത്തെ പ്രോപ്പർട്ടി ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്, cosec inverse of minus x is equal to minus cosec inverse of x. നമ്മളിത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് പഠിച്ചൊരു പ്രോപ്പർട്ടിയാണ്. സൈൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് സൈൻ എക്സ്, കോസ് ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു കോസ് എക്സ്. അപ്പം ഇൻവേഴ്സിലേക്ക് കയറുമ്പം നമുക്ക് മീൻസ് മൈനസ് വാല്യൂ വരുന്നത് എല്ലാം ഒരു സെറ്റായിട്ട് അവർ പ്രോപ്പർട്ടി പറഞ്ഞേക്കാണ്. മീൻസ് സൈൻ ഇൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും കൊസീക്ക് ഇൻവേഴ്സിൻ്റെയും മൈനസ് എക്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. അപ്പം നമ്മളിതിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ലെറ്റ് വൈ ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് എടുത്തു. y is equal to sin inverse of minus x. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്കൊന്ന് സൈൻ ഇൻവേഴ്സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ എങ്ങനെ കിട്ടും? സൈൻ y is equal to മൈനസ് എക്സ്. സൈൻ y is equal to മൈനസ് എക്സ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്തായി? മൈനസ് സൈൻ വൈ ആയി അല്ലേ? മൈനസ് സൈൻ വൈനെ നമുക്ക് മീൻസ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി അവിടെ കൊടുക്കാം. സൈൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. അപ്പം മൈനസ് സൈൻ വൈനെ എങ്ങനെ എഴുതാം? സൈൻ ഓഫ് മൈനസ് വൈ എന്ന് എഴുതാം അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് വൈ. ബാക്കി നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് വൈ എന്ന് കിട്ടി. അപ്പം സൈനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? y is equal to sin inverse of minus x ആണ്. അപ്പോൾ മൈനസ് y is equal to മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് അല്ലേ? അപ്പം മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടി അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഈ മൈനസിനെ ഒന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്ത് കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. സിമിലർ ആയിട്ട് നമുക്ക് ബാക്കി രണ്ട് പ്രോപ്പർട്ടീസും പ്രൂവ് ചെയ്യാൻ പറ്റും. മീൻസ് ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. മൂന്നാമത്തേത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടെ ഇതിൻ്റെ പ്രൂഫ്. അപ്പം ഇവിടെ എന്ത് കൊടുക്കുന്നു? y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കൊടുത്തു. y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് രണ്ടാമത്തെ വേണ്ട, ഞാൻ മൂന്നാമത് ചെയ്യാണ്. രണ്ടാമത്തെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ എഴുതാം? കൊസീക്ക് y ഈസ് ഈക്വൽ ടു കൊസീക്ക് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഓഫ് y എന്ന് വരും. മൈനസ് കൊസീക്ക് ഓഫ് y എന്ന് പറയുന്നത് ഈക്വൽ ടു കൊസീക്ക് ഓഫ് മൈനസ് y ആണ്. സോ നമുക്കിവിടെ എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് ഓഫ് മൈനസ് y. നൗ എന്ത് ചെയ്യുന്നു? കൊസീക്കിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ എന്ന് കിട്ടും. ദാറ്റ് ഈസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൈ. വൈ ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ആണ്. സോ മൈനസ് വൈ എന്ന് പറയുന്നത് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് എന്ന് വരും. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഈ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ റിസൾട്ടായി മീൻസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു cosec inverse of minus x is equal to minus cosec inverse of x. രണ്ടാമത്തേത് tan inverse of minus x is equal to minus tan inverse of x. പ്രൂഫ് നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ രണ്ടാമത് പഠിച്ച സെറ്റിൻ്റെ കുറച്ചൊരു സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. മീൻസ് പക്ഷേ റിസൾട്ടിന് മാത്രം ചെറിയൊരു വ്യത്യാസം. മീൻസ് കോസും സീക്കും കോട്ടും വന്നു കഴിയുമ്പം നമുക്കിവിടെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടും, അല്ലെങ്കിൽ പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടും, അല്ലെങ്കിൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടും. നേരത്തെ നമ്മൾ സൈനും ടാനും കൊസീക്കും ആയിരുന്നു. അവിടെ നമുക്ക് നേരെ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് കിട്ടുമായിരുന്നു. ഇവിടെ ഈ മൂന്നെണ്ണത്തിൽ എങ്ങനെയാണ്? പൈ മൈനസ് ആ ഒരു ഫംഗ്ഷൻ അല്ലേ? അപ്പോൾ മീൻസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഇസ് ഇക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പ്രൂഫ് തുടങ്ങുന്നത് ഒന്നാമത്തെ ഞാൻ എടുക്കുകയാണ്. ലെറ്റ് y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. y ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? കോസ് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ്. കോസ് y ഈസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് കോസ് y. ഇനി നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ പഠിച്ചിട്ടുണ്ട് മൈനസ് കോസ് ഫംഗ്ഷൻ വരണമെങ്കിൽ പൈ മൈനസ് ആ ഒരു റേഞ്ച് വരണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു കോസ് പൈ മൈനസ് y എന്ന് എഴുതാം.
cos pi minus x is equal to minus cos x എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ മൈനസ് കോസ് വൈനെ എങ്ങനെ എഴുതി? കോസ് പൈ മൈനസ് വൈ എന്ന് എഴുതി. ഇനി എന്ത് കിട്ടും? കോസ് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് വൈ, ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് വൈക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. ഇനി നമ്മുടെ റിസൾട്ട് ആയോ? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കിട്ടണ്ടേ അല്ലേ? അപ്പോൾ ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നടത്തിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് മീൻസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുന്നു, കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനെ റൈറ്റിലോട്ട് കൊണ്ടുവരുന്നു. നമുക്ക് എന്ത് കിട്ടും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. നമ്മുടെ പ്രൂഫായി. ഇനി രണ്ടാമത്തെ നിങ്ങൾ ചെയ്തോ. മൂന്നാമത്തേത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. y ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കുന്നു? y ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് y എന്ന് കിട്ടും അല്ലേ? കോട്ട് y എന്ന് കിട്ടും. മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് y എന്ന് കിട്ടും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് y എന്ന് കിട്ടും. ഇനി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോട്ട് y നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു കോട്ട് പൈ മൈനസ് വൈ എന്ന് എഴുതാം. ഇനി കോട്ടിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് വൈ. ഇതിൻ്റെ അകത്ത് നിന്ന് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. വൈ ഈസ് ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. ഇനി ചെറിയൊരു റീഅറേഞ്ച്മെന്റ് നമുക്ക് എന്ത് കിട്ടും? കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ്. കോട്ട് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സിനെ റൈറ്റിലോട്ട് കൊണ്ടുപോകുന്നു. ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. പ്രൂഫായി. രണ്ടാമത്തേത് സിമിലർ ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ പ്രോപ്പർട്ടി കുറച്ചൊരു വ്യത്യാസമുള്ളതാണ്, പക്ഷെ എളുപ്പമാണ്. മീൻസ് ഇവിടെ നമ്മൾ രണ്ട് ഫംഗ്ഷൻസിനെ ടീമപ്പ് ചെയ്തേക്കാണ്. മീൻസ് എല്ലാത്തിലും അങ്ങനെയാണല്ലേ? കുറച്ച് ഫംഗ്ഷൻസ് ടീമായിട്ട് തിരിഞ്ഞേക്കുക. ഓരോ പ്രോപ്പർട്ടിയിലും ഓരോ ആൾക്കാരാണ്, 3 പേര് വീതമാണ് ടീം അല്ലേ? അപ്പോൾ ഇവിടെ 3 സബ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിൽ ഓരോ പ്രോപ്പർട്ടിയിലും 2 പേര് വീതം ടീം ചെയ്തിട്ടുണ്ട്. മീൻസ് ഡൊമൈൻ ഒരുപോലെ വരുന്ന ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഇവിടെ ടീമപ്പ് ആയേക്കുക. മീൻസ് സൈൻ ഇൻവേഴ്സിന്റെയും കോസ് ഇൻവേഴ്സിന്റെയും ഡൊമൈൻ ഏതായിരുന്നു? ക്ലോസ്ഡ് ഇന്റർവൽ -1 1 അല്ലെ? അപ്പം അവർ രണ്ടുപേരെയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് π/2 കിട്ടും. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു π/2. അടുത്തത് ടാൻ ഇൻവേഴ്സ് എക്സിന്റെയും കോട്ട് ഇൻവേഴ്സ് എക്സിന്റെയും ഡൊമൈൻ എന്തായിരുന്നു? റിയൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലെ? അപ്പോൾ റിയൽ നമ്പേഴ്സ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? അവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/2. അടുത്തതാരാ? കൊസീക്കും സീക്കും. അവരുടെ ഡൊമൈൻ ഏതായിരുന്നു? r മൈനസ് ഓപ്പൺ ഇന്റർവൽ -1 1. സോ അവർ രണ്ടുപേരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? π/2 കിട്ടും. ഇനി ഇതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാലോ. ഇതിന്റെ പ്രൂഫ് ഒന്നാമത്തേത് ഞാൻ പ്രൂഫ് ചെയ്ത് കാണിക്കാണ്. ഞാൻ എടുക്കുകയാണ്. ലെറ്റ് y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. y ഈസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഇനി ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? സൈൻ y. എല്ലാ പ്രൂഫും ഏകദേശം എന്താ പറയുക? സൈൻ ഇൻവേഴ്സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു, റൈറ്റിലോട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ ഇൻവേഴ്സ് ഫംഗ്ഷനെ റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് മാറ്റും. അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് പ്രൂഫിന്റെ പോകുന്നത് അല്ലേ? അപ്പോൾ സൈൻ y ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് എന്ന് എഴുതാം. സൈൻ y ഈസ് ഈക്വൽ ടു എക്സ്. ഇനി നേരെ തിരിച്ച് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ y. സൈൻ yനെ എങ്ങനെ എഴുതാം? cos π/2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. cos π/2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ സൈൻ yനെ എങ്ങനെ എഴുതാം? cos π/2 മൈനസ് y എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ? നമ്മുടെ റിസൾട്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന് നമ്മൾ പഠിച്ച റിസൾട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. cos π/2 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു സൈൻ എക്സ് ആണ്. സോ സൈൻ yനെ എങ്ങനെ എഴുതി? cos π/2 മൈനസ് y എന്ന് എഴുതി. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു cos π/2 മൈനസ് y എന്ന് കിട്ടി. കോസിന് ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു π/2 മൈനസ് y എന്ന് കിട്ടും. ഇനി നമ്മൾ വാല്യൂസ് കൊടുക്കുകയാണ്. എന്ത് വരും? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു π/2 മൈനസ് y എന്തായിരുന്നു കൊടുത്തിരുന്നത്? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. π/2 മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. മൈനസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. അപ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു π/2 എന്ന് കിട്ടി. പ്രൂഫായി. സിമ്പിളാണ് ഇതിൻ്റെയൊക്കെ പ്രൂഫ്. അതുകൊണ്ട് ഈ ഒരു സിമ്പിൾ പ്രൂഫ് നിങ്ങൾ വിട്ട് കളഞ്ഞേക്കരുത്, പഠിച്ചേക്കണം കേട്ടല്ലോ. അടുത്തത് ഇപ്പം രണ്ടാമത്തേത് നിങ്ങൾ പ്രൂവ് ചെയ്തോ. മൂന്നാമത്തേത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. y ഈസ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് എടുത്തു. y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ എങ്ങനെ എഴുതാം? എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് y എന്ന് എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു കൊസീക്ക് y. ഇനി കൊസീക്ക് yനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഏതാ ഉള്ളത്? ആ ഒരു ട്രിക്ക് ഉപയോഗിക്കാം കേട്ടോ. റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. കൊസീക്ക് y ആണെങ്കിൽ കൊസീക്ക് y സീക്കുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ കൊസീക്ക് y എങ്ങനെ വരും? സീക്ക് π/2 മൈനസ് y എന്ന് വരും അല്ലേ? അപ്പം എക്സ് ഈസ് ഈക്വൽ ടു സീക്ക്
π/2 minus y. ഓക്കെ അല്ലേ? ഇനി sec inverse of x is equal to π/2 minus y. മൈനസ് വൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. മൈനസ് y ഈക്വൽ ടു എന്തായിരുന്നു എടുത്തത്? cosec inverse of x. therefore മൈനസ് cosec inverse of x നെ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നു. മൈനസ് cosec inverse of x പ്ലസ് sec inverse of x is equal to π/2. ഓക്കെ ആണല്ലോ. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ടാൻ ഇൻവേഴ്സ് ഫംഗ്ഷൻസ് ഇൻവോൾവ് ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. tan inverse x plus tan inverse y is equal to tan inverse x plus y divided by 1 minus xy if xy less than 1. അതുപോലെ xy greater than 1 വരുമ്പം, അതുപോലെ x, y greater than 0 വരുമ്പം tan inverse x plus tan inverse y is equal to pi plus tan inverse x plus y divided by 1 minus xy. സോ ഈ ഇതൊന്ന് ശ്രദ്ധിച്ച് വെക്കണം കേട്ടോ. മീൻസ് xy less than 1 വരുമ്പം എന്ത് ചെയ്യണം? tan inverse x plus y divided by 1 minus xy ആണ് ഇതിൻ്റെ റിസൾട്ട്. ഇനി xy greater than 1 വരുമ്പം pi plus tan inverse x plus y divided by 1 minus xy. ഇനി tan inverse x minus tan inverse y is equal to tan inverse x minus y divided by 1 plus xy. അപ്പം ഇതിൻ്റെ ഒരു പ്രൂഫ്, ആദ്യത്തെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. സിമിലർ ആയിട്ട് ബാക്കി രണ്ടെണ്ണം നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം ഇവിടെ ഞാൻ എടുക്കുകയാണ്. ലെറ്റ് തീറ്റ ഈസ് ഈക്വൽ ടു tan inverse x. തീറ്റ ഈസ് ഈക്വൽ ടു tan inverse x. phi ഈസ് ഈക്വൽ ടു tan inverse y. phi is equal to tan inverse x. Theta is equal to tan inverse x ആണെങ്കിൽ x is equal to എന്ത് വരും? tan theta വരും. x is equal to tan theta. അതുപോലെ phi is equal to tan inverse y ആണെങ്കിൽ y is equal to tan phi വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ tan തീറ്റ പ്ലസ് ഫൈ, ഇതിൻ്റെ റിസൾട്ട് നമ്മൾ +1 പഠിച്ചിട്ടുള്ളതാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ക്ലാസ് ടേബിൾ എടുത്ത് നോക്കിക്കോ. ക്ലാസ് ടേബിളിൻ്റെ റിസൾട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പം ടാൻ തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ. ഇതായിരുന്നു നമ്മുടെ റിസൾട്ട്. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടിയ? എക്സ്. ടാൻ ഫൈ ഈസ് ഈക്വൽ ടു വൈ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പം ടാൻ ഓഫ് തീറ്റ പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. അപ്പോൾ ഇനി എന്ത് ചെയ്യുക? തീറ്റ പ്ലസ് ഫൈ ഈസ് ഈക്വൽ ടു ടാനിനെ റൈറ്റിലോട്ട് കൊണ്ടുപോവുക. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യുക? തീറ്റയ്ക്ക് ഫൈക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. തീറ്റ എന്നതായിരുന്നു? ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഫൈ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇത് എക്സ് വൈ ലെസ് ദാൻ 1 വരുമ്പോൾ, ഇനി എക്സ് വൈ ഗ്രേറ്റർ ദാൻ 1 വരുമ്പോൾ ഒരു പൈ പ്ലസ്. അതെങ്ങനെയാണ് എന്നുള്ളത്, മീൻസ് പൈ പ്ലസ് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് അടുത്തൊരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാം. പ്രോപ്പർട്ടീസ് പറഞ്ഞതിൻ്റെ അകത്ത് ഏറ്റവും ലാസ്റ്റ് പ്രോപ്പർട്ടി ഇനി പറയാൻ പോകുന്നത് 2 tan inverse of xൻ്റെ 3 റിസൾട്ടുകളാണ്. 2 tan inverse of x is equal to sin inverse 2x divided by 1 plus x square, cos inverse of 1 minus x square divided by 1 plus x square, tan inverse 2x divided by 1 minus x square. ഈ 3 റിസൾട്ടുകളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ലെറ്റ് y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ്. y ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് ആണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്ത് വരും? tan y വരും. അതവിടെ വെച്ചു. ഇനി നമ്മൾ ഓരോ റിസൾട്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. മീൻസ് 2 tan inverse x is equal to sin inverse 2x divided by 1 plus x square പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് sin inverse 2x by 1 plus x square equal to നമ്മൾ തുടങ്ങുകയാണ്. അപ്പം sin inverse 2x divided by 1 plus x square, x is equal to tan y ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? sin inverse 2 tan y divided by 1 plus tan square y. ഓക്കെ അല്ലേ? sin inverse 2 tan y divided by 1 plus tan square y. ഈ ഒരു റിസൾട്ട് നമ്മൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ക്ലാസ് ടേബിൾ നോക്കിക്കോ. sin 2y ആണിത്. അപ്പോൾ എന്ത് വരും? sin ഇൻവേഴ്സ് ഓഫ് sin 2y. ഓക്കെ അല്ലേ? sin ഇൻവേഴ്സ് ഓഫ് sin എന്താണ്? ഫംഗ്ഷൻ ഇതായി പോകും അല്ലേ? sin ഇൻവേഴ്സ് ഓഫ് sin x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ആണ്. സോ ഇത് എന്ത് വരും? 2y എന്ന് വരും. ദാറ്റ് ഈസ് sin inverse of 2x divided by 1 plus x square is equal to 2y. y is equal to എന്തായിരുന്നു? tan inverse x. So 2 tan inverse of x എന്ന് കിട്ടും.
സിമ്പിൾ ആണ്. ഇനി അടുത്തത് അതുപോലെ തന്നെ അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൽ തുടങ്ങുകയാണ്. അപ്പം എക്സ് ഈക്വൽ ടു എന്തായിരുന്നു ടാൻ വൈ. അപ്പം കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് ടാൻ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. 1 മൈനസ് ടാൻ സ്ക്വയർ ഡിവൈഡഡ് ബൈ ടാൻ സ്ക്വയർ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് പറയുന്നത് കോസ് 2y ആണ്. അപ്പോൾ നമുക്കിത് എന്ത് കിട്ടും? കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2y. കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 2y എന്താണ്? 2y ആണ്. Therefore കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് കിട്ടും. മൂന്നാമത്തത് നിങ്ങളൊന്ന് പ്രൂവ് ചെയ്ത് നോക്കിട്ടോ. ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. സിമ്പിൾ ആണ്. അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ആയിട്ട് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 6 പ്രോപ്പർട്ടീസും ഓരോന്നിലും 3 എണ്ണം വീതം സിമിലർ പ്രൂഫ്സ് ആണ്. ആദ്യത്തേത്, രണ്ടാമത്തെ, അങ്ങനെ ആ ഒരു ഓർമ്മയിൽ നിങ്ങൾ പഠിച്ചെടുക്കണം. നിങ്ങൾ ഇപ്പം തന്നെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിഞ്ഞ പാടെ ഈ ഒരു പ്രോപ്പർട്ടീസ് മാത്രമായിട്ട് ഒരു ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചോ. ഇനി ഇടയ്ക്കിടയ്ക്ക് പ്രോപ്പർട്ടീസ് ഓർക്കുമ്പോൾ ആ ഒരു പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ഒരു റിസൾട്ട് എഴുതിയ പേപ്പർ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയിക്കോ. അവസാനം എക്സാമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കേണ്ടി വരികയില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നോട്ട്സും ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടീസ്, ഇനി ഈ ഒരു പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഇപ്പോൾ ഇത്രയായല്ലോ. ഇനി പ്രോബ്ലംസ് മാത്രമായിട്ട് അടുത്ത സെക്ഷൻ മീൻസ് ഈ ഒരു ക്ലാസ്സിൻ്റെ അടുത്ത പാർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എക്സസൈസ് ഒരു എണ്ണം കിടപ്പുണ്ട്. എക്സസൈസ് 20 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 20 ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒന്നും പേടിക്കേണ്ട. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പാഠത്തിൽ നിന്ന് വരുന്ന എല്ലാ ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പം ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ക്ലാസ് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.